അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാസി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ നമ്മുടെ ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ സ്വീറ്റ് അമ്പായങ്ങ, അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിലൂടെ കണ്ടുവരാം. ഇതാണ് എൻ്റെ സ്വീറ്റ് അമ്പായങ്ങ. സ്വീറ്റ് അമ്പായങ്ങ കാണുന്നുണ്ടോ? ഇത് ഞാനിപ്പോൾ വെച്ചിട്ട് ഏകദേശം 7 മാസത്തിനടുത്തായിട്ടുണ്ട്. പ്രത്യേകിച്ച് വളം ചെയ്തു കൊടുത്തത് അതിൻ്റെ അടി കണ്ടോ, വണ്ണം കണ്ടോ? ഇത് പ്ലാന്റ്സ് നമ്മൾ നഴ്സറിയിൽ നിന്ന് കിട്ടുമ്പോൾ ഇതുപോലെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ജൈവവളം എല്ലാം കൊടുത്തതിൻ്റെ ശേഷമാണ് ഇത്ര പൊക്കത്തിൽ വന്ന് കണ്ടോ, ഇഷ്ടം പോലെ നിറച്ച് കായാണ്. ഭയങ്കര ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതും പല രീതിയിലും അമ്പായങ്ങ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയുണ്ട് ഇഷ്ടം പോലെ. ഞാൻ ഇതിന് ചെയ്തു കൊടുത്ത വളം എന്ന് പറയുന്നത് നമ്മുടെ ചാണകപ്പൊടി, മെയിനായിട്ട് ചാണകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടിയിൽ കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി ദിവസവും നനച്ചു കൊടുക്കും. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന് വെയിൽ നിർബന്ധമാണ്. വെയിലുണ്ടെങ്കിലേ അമ്പായങ്ങ പിടിച്ചു കിട്ടുള്ളൂ. മഴക്കാലത്ത് അത്ര അധികം പിടിക്കില്ല എന്ന് തോന്നുന്നു. കാരണം പൂകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. അപ്പോൾ വെയിലാണ് കൂടുതൽ ഇവർ ഉണ്ടാകുന്നത്. മെയിനായിട്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നടാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ ഡെയിലി എല്ലാ ദിവസവും നനച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ ജൈവവളമായിട്ടുള്ള എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കുക. ചാണകമോ കോഴിക്കഷ്ടോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ചാണകമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്രത്തോളം ഇഷ്ടംപോലെ അമ്പായങ്ങ ഉണ്ടായിട്ടുണ്ട്. ഈ അമ്പായങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റാണ്, നല്ല മധുരമുള്ള അമ്പായങ്ങയാണ്. മറ്റേ നമ്മുടെ സാധാ നാടൻ അമ്പായങ്ങ പോലത്തെ അമ്പായങ്ങ അല്ല. അതാവുമ്പോൾ ചവർപ്പും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കഴമ്പ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇത് നമുക്ക് മൊത്തമായിട്ട് കഴിക്കാൻ സാധിക്കും. ഈ അമ്പായങ്ങ നമുക്ക് അച്ചാറിടാൻ വളരെ ടേസ്റ്റാണ്. അച്ചാറിനാണ് മെയിനായിട്ട് ഈ അമ്പായങ്ങ ഉപയോഗിക്കുന്നത്. പക്ഷേ ചെറു കുട്ടികൾക്ക് വരെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന അമ്പായങ്ങയാണ് ഈ സ്വീറ്റ് അമ്പായങ്ങ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ടേസ്റ്റിയാണ്. ഇത് വലുതായി വരുന്നതിനനുസരിച്ച് കുറച്ച് സ്വീറ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് സ്വീറ്റ് അമ്പായങ്ങ എന്ന് പേര് വന്നത്. കൂടാതെ നമുക്ക് കറികളിലേക്ക് ഉപയോഗിക്കാം. പക്ഷേ അച്ചാറിനാണ് മെയിനായിട്ട് അമ്പായങ്ങ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, നാടൻ അമ്പായങ്ങനെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റിയാണ്. ചവർപ്പില്ല. നമുക്ക് മൊത്തമായിട്ട് അതിൻ്റെ കഴമ്പ് കഴിക്കാൻ സാധിക്കും. കൂടാതെ ചെറു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന അമ്പായങ്ങയാണ് നമ്മൾ സ്വീറ്റ് അമ്പായങ്ങ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കായകൾ തരുന്ന ഒരു മരമാണ് നമ്മളെ സ്വീറ്റ് അമ്പായങ്ങ. ഉണ്ടോ, ഇവിടെ എല്ലായിടത്തും ഈ അടിയിൽ വരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടിയിൽ വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ അമ്പായങ്ങയുടെ പ്രത്യേകത. ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു. കുറേ പൂവ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം കായകൾ നമുക്ക് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അച്ചാറിടാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അച്ചാറിട്ട് കഴിച്ചെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. പച്ച കൊടുക്കാനെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അത്രയും നല്ല ടേസ്റ്റുള്ള അമ്പായങ്ങയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ള അമ്പായങ്ങ. നമ്മൾ അമ്പായങ്ങ
അപ്പം ഇത് ചെറുതാണ്, പക്ഷെ ചെറുത് തന്നെ കഴിക്കുന്നത് നമുക്ക് വളരെ ടേസ്റ്റി. അപ്പോൾ പിന്നെ വലുതിൻ്റെ കാര്യം പറയണ്ടല്ലോ, വലുത് വളരെ ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്, സ്വീറ്റാണ്. അതുകൊണ്ടാണ് ഇത് സ്വീറ്റ് അമ്പായങ്ങ എന്ന് പറയുന്നത്. കണ്ട എങ്ങനെയുണ്ട് എൻ്റെ അമ്പായങ്ങ കാണാൻ. മെയിനായിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ അടിയിൽ കുറച്ച് പൊതൊക്കെ ഇട്ട് കൊടുക്കുക, മനസ്സിലായില്ലേ? അടിയിൽ അധികം വെയിൽ കൊള്ളിക്കരുത്, അപ്പം അത് മരത്തിന് ക്ഷീണം ചെയ്യും. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ അമ്പായങ്ങ പറിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ അമ്പായങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ വെരിഗേറ്റഡ് പേരയ്ക്ക വെച്ചിട്ടുണ്ട്. അതും വെച്ചിട്ട് ഏകദേശം 4-5 മാസമായി ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ കായകളൊക്കെ ഉണ്ടായി വരുന്നതുണ്ട്. അതിങ്ങനെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതാണ് എൻ്റെ വെരിഗേറ്റഡ് പേരയ്ക്ക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കണ്ട് സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.